വിജയിച്ചവരാണ്. വേറൊരായത്തിൽ അല്ലാഹു പറഞ്ഞു യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ശുദ്ധമായ മനസ്സോടെ അതാ റബ്ബിലേക്ക് ചെല്ലുന്നവരാരാ, അവര് മാത്രമേ വിജയിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിക്കുന്ന ഒരേ ഒരു വിഭാഗം മാത്രമാണ്, അവരാണ് ഖൽബ് ശുദ്ധിയുള്ളവര്. മുഅ്മിനീങ്ങളോട് ചോദിക്കട്ടെ, ഈ പറയുന്ന ഞാൻ ആ വിജയിച്ച പട്ടികയിലുണ്ടോ? വഅല് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, വഅല് കേൾക്കുന്ന ഉമ്മമാരെ, ആഖിറം വിജയിച്ച ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ആരെങ്കിലും ഉണ്ടോ? ഈ പ്രസംഗിക്കുന്ന ഞാൻ അതിലുണ്ടോ? വളരെ വളരെ മനസ്സിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ടവരാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിച്ച പാർട്ടിയിൽ ഇപ്പോൾ നമ്മൾ ആരുമില്ല. കാരണം നമ്മുടെ മനസ്സിന് കിബറാണ്, മനസ്സിന് വൈരാഗ്യമാണ്, മനസ്സിന് ചതിയാണ്, മനസ്സിന് വഞ്ചനയാണ്, മനസ്സിന് വിദ്വേഷമാണ്, ഏതെല്ലാം ദുഷിച്ച ചിന്തകളാണ്. മഹാന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളോട് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനീങ്ങളെ, നിങ്ങളെ ഖൽബിന് കറ പിടിച്ചാൽ നിങ്ങൾ എപ്പോഴും ആ ഖൽബിനെ കഴുകുന്നവരാകണം. കറ പിടിച്ച ഖൽബിനെ കഴുകി 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 ശുദ്ധിയാക്കുന്നവരാകണം. എന്താണ് ആ ഖൽബിനെ ശുദ്ധിയാക്കാനുള്ള മരുന്ന്? എന്താണ്? നിങ്ങൾ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു തെറ്റങ്ങ് ചെയ്താൽ, ഒരു തെറ്റ് ചെയ്താൽ അവന്റെ മനസ്സിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു. 2 തെറ്റ് ചെയ്യുമ്പോ അവന്റെ മനസ്സിൽ 2 കറുത്ത പുള്ളി വീഴുന്നു. 3 തെറ്റ് ചെയ്യുമ്പോ അവന്റെ മനസ്സിൽ 3 കറുത്ത പുള്ളി വീഴുന്നു. നിങ്ങൾ കണ്ടില്ലേ? എന്റെ ഈ കാണുന്ന സത്തില് അതാ നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോ ഒരു തുള്ളി കറിയങ്ങൂറ്റിപ്പോയാൽ അപ്പൊ തന്നെ ഞാൻ സോപ്പിട്ട് അവിടെ നിന്ന് കഴുകുകയാണ്. അതുപോലെ എവിടെന്നെങ്കിലോ എന്തെങ്കിലും നമ്മളെ സത്തിനായി പോയാൽ അപ്പൊ തന്നെ കഴുകി വൃത്തിയാക്കുന്നത് കാണാറില്ലേ? എന്നാൽ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഇതുപോലെ എന്റെ ഷർട്ടിനെ കഴുകി ശുദ്ധിയാക്കിയതുപോലെ എന്റെ ബോഡിനകത്തുള്ള ആത്മാവ്, ആ ആത്മാവിലേക്ക് ഒരു തെറ്റ് ചെയ്യുമ്പോ അതാ ഒരു പുള്ളി അവിടെ വീഴുന്നു. ഈ വെള്ളത്തുണിയിൽ ഒരു പുള്ളി വീണതുപോലെ, അപ്പോൾ ഞാൻ ഇതിനെ വെള്ളം കൂട്ടി കഴുകിയതുപോലെ എന്റെ ഖൽബിലേക്ക് ഒരു പുള്ളി വീണാൽ അപ്പോൾ കഴുകി ശുദ്ധിയാക്കുന്നവരാകണം. എങ്ങനെയാണ് ഖൽബിനെ ശുദ്ധിയാക്കുന്ന ഏറ്റവും നല്ല മരുന്ന് ഏതാണ്? ഓരോ പുള്ളികൾ ഖൽബിലേക്ക് വീഴുമ്പോൾ ആ ഖൽബിനെ ശുദ്ധിയാക്കാനുള്ള മരുന്ന് ഏതാണ്? അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, നിന്റെ ഖൽബിലേക്ക് കറ വീണാൽ ആ കറനെ നീക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഇതങ്ങ് ചൊല്ലിക്കൊണ്ടേയിരിക്കണോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ തെറ്റങ്ങ് സംഭവിച്ചു പോയാൽ ഉടനടി പറയണം അസ്തഗ്ഫിറുല്ലാഹ്. മനുഷ്യ സഹജമായി അറിയാതെ എന്തെങ്കിലും ഒരു തെറ്റൊരു ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ റബ്ബിനെ ധിക്കരിക്കുന്നതിന് പകരം ഉടനടി നീ പറയണം അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഈ സത്തിലേക്ക് ഒരു തുള്ളി കറിയൂറ്റിയപ്പോ അപ്പൊ തന്നെ കഴുകി വൃത്തിയാക്കിയതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ഖൽബിലേക്ക് ഒരു പുള്ളി അങ്ങ് വീഴുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് അതങ്ങ് പറയേണ്ട താമസം ഖൽബിന്റെ കറകളങ്ങ് നീങ്ങി നീങ്ങി പോകുന്നു. അല്ലാഹ്, ഞങ്ങളെ ഖൽബിന്റെ കറകളെ നീ നീക്കി തരണം റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലികുല്ലി ഷൈഇൻ സ്വഖാല വസഖാലത്തുൽ ഖുലൂബി ദിക്റുല്ലാഹ്.
ഏത് സാധനം ഇവിടെ ബടക്കായാലും അതിനെ നന്നാക്കാനുള്ള സംവിധാനം ഭൂമി ലോകത്തുണ്ട്. ഏതോ ഒരു സാധനം വടക്കായി പോയാലും അതിനെ നന്നാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഭൂമി ലോകത്തുണ്ട്. എന്നാൽ മനുഷ്യന്റെ മനസ്സ് കേടായി പോയാൽ, മനുഷ്യന്റെ മനസ്സ് വടക്കായി പോയാൽ, ആ വടക്കായി പോയ മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധിയാക്കാനുള്ള മരുന്ന് ഏതാ? ലികുല്ലി ശൈഇൻ സ്വഖാല വസ്വഖാലത്തുൽ ഖുലൂബി ദിക്റുല്ലാഹ്. മനുഷ്യന്റെ കൽബിനെ ശുദ്ധിയാക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് ദിക്റാണ്. ആ ദിക്റങ്ങ് ചൊല്ലുന്തോറും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സങ്ങ് തുറന്ന് ദിക്ർ ചൊല്ലുമ്പോ അതാ കൽബിന്റെ കറകൾ നീങ്ങുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കണം, അതുപോലെ ദിക്റുകൾ അധികരിപ്പിക്കണം. അപ്പോൾ മനുഷ്യന്റെ കൽബിന്റെ കറകൾ നീങ്ങുന്നു. വദവാഉ ഖൽബിൽ ഖംസതു വതിലാവതുൽ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ وقيام ليل والتضرع بالسحر ومجالسات صالحين الفضلاء. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൽബിനെ ശുദ്ധിയാക്കിയവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. ആ കൽബ് ശുദ്ധിയാക്കാൻ ഇമാമിങ്ങൾ 5 മരുന്ന് പറയുകയാണ്. എല്ലാവരും ആ മരുന്നൊന്ന് പഠിക്കണം. കാരണം ഇത് പഠിക്കൽ നിർബന്ധമായൊരു മരുന്നാണ്. എന്തേ? കൽബ് ശുദ്ധിയില്ലെങ്കിൽ വിജയിക്കൂല, ആഖിറത്തിൽ രക്ഷപ്പെടൂല, സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ എന്റെ കൽബിനെ ശുദ്ധമാക്കാനുള്ള 5 മരുന്നുകൾ അതാ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഏതാണ് 5 മരുന്നുകൾ? വദവാഉ ഖൽബിൽ, കൽബിന്റെ ചികിത്സ, കൽബിന്റെ മരുന്ന്, ആത്മശുദ്ധീകരണത്തിന്റെ മരുന്ന് ഖംസത്തുൽ, അത് 5 എണ്ണമാണ്. ഒന്നാമതായി ഇമാമിങ്ങൾ പറയുന്നു ഫതിലാവത്തുൽ, നന്നായി ഖുർആൻ ഓതുന്നവരാകണം. മുഅ്മിനീങ്ങളോട് പറയട്ടെ, വഅദ് കേൾക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, വഅദ് കേൾക്കുന്ന ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, എപ്പോഴും ഖുർആൻ ഓതുന്നവരാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അറിയാത്തവരുണ്ടാകും ഖുർആൻ ഓതാൻ അറിയാത്തവര്, എന്നാ പിന്നെ അറിയാത്തവർ യാസീൻ മനപ്പാഠമുള്ളവരില്ലേ, അത് നന്നായി ഓതുന്നവരാകണം. അതും അറിയാത്തവര് ഫാത്തിഹ ഓതാൻ അറിയുന്നവരില്ലേ, നന്നായി ഫാത്തിഹ ഓതുന്നവരാകണം. ഒരു ദിവസത്തിൽ എത്രയാണോ കഴിയുന്നത്, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം ഇങ്ങനെ ഫാത്തിഹ ഓതിയിട്ട് അതേ ദിവസത്തിലൊരു 100 ഫാത്തിഹ ഓതുക. അതെന്തൊരു ഭാഗ്യമാണ്, എന്തൊരു ഭാഗ്യമാണ്. അതും അറിയാത്തവർ ഖുൽ ഹുവല്ലാഹ് സൂറത്ത് എത്രയാണോ കഴിയുന്നത് അത്രയും സൂറത്തുകൾ ഓതുക. ഇങ്ങനെ ഖുർആൻ ഓത്ത് അധികരിപ്പിക്കണം. നന്നായി ഖുർആൻ ഓതിയാൽ ആ ഖുർആനിന്റെ പ്രകാശം കൽബിലേക്ക് തട്ടുകയാണ്. ആ പ്രകാശം കൽബിലേക്ക് അങ്ങ് തട്ടുമ്പോ അതാ കൽബിന്റെ കറകളങ്ങ് നീങ്ങുകയാണ്. ആ കൽബ് നന്നായി പ്രകാശിക്കുകയാ. അർഹമുർ റഹീമായ റബ്ബ്, ഞങ്ങളെ കൽബിനെ ഖുർആൻ കൊണ്ട് ശുദ്ധിയാക്കണേ. മദീനയിലേക്ക് ഒരു 3 സ്വലാത്ത് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.
അലൈഹി വസല്ലിം. മുഅ്മിനീങ്ങളെ, മനുഷ്യന്റെ ഖൽബിന്റെ കറകൾ നീങ്ങിക്കിട്ടാൻ ഇമാമിങ്ങൾ അവരെ കിതാബിൽ പറയുന്ന 5 മരുന്നുകൾ അത് നന്നായി ഒന്ന് പഠിക്കണം മുഅ്മിനെ. ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തണം. വഅദ് കേൾക്കുന്ന നമ്മളത് പകർത്തുന്നവരാകണം. ഉമ്മമാരെ, നന്നായി ജീവിതത്തിൽ അത് പകർത്തുന്നവരാകണം. ഖൽബ് ശുദ്ധിയാക്കാൻ ഒന്നാമതായി മരുന്ന് ഇമാമിങ്ങൾ പറയുന്നത് അതാ നന്നായി ഖുർആൻ ഓതുന്നവരാകണം. അറിയുന്നത് പോലെ അറിയാത്തവർ അറിയുന്ന രൂപത്തിലായിട്ട് നന്നായി ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്കൊന്ന് കയറിയാൽ ആ പള്ളിയുടെ മുൻവശത്ത് കെട്ടിക്കിടക്കുന്ന മുസ്ഹഫുകൾ കാണാം. അതേ, ഒരു കടലാസെങ്കിലൊന്ന് മറിച്ചിട്ട് അത് ഓതാനുള്ളൊരു ശ്രമം നടത്തണോ? ഇനി അതിനും കഴിയുന്നില്ല എങ്കിൽ അതാ ജമാഅത്തിന് വന്ന ഒരാള് പെട്ടെന്ന് ഇറങ്ങി ഓടി പോകുമ്പോൾ അതാ മുസ്ഹഫ് ഒന്ന് എടുക്കുക, ആ മുസ്ഹഫ് ഒന്ന് കയ്യിൽ പിടിക്കുക, എന്നിട്ട് ആ മുസ്ഹഫ് ഒന്ന് ചുംബിക്കുക. സുബ്ഹാനല്ലാഹ്, അതെന്തൊരു ഭാഗ്യമാണ്, എന്തൊരു ഭാഗ്യമാണ്. മുസ്ഹഫിനെ ചുംബിക്കുന്ന മുഖങ്ങളുണ്ടോ? ആ മുഖത്തിന് നരകം തൊടൂല. റബ്ബിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ അതൊന്നെടുത്ത് ചുംബിക്കുന്നവരെ നരകം തൊടൂല എന്ന് ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെക്കുമ്പോ അതെന്തൊരു ഭാഗ്യമാണ്. നന്നായി ഖുർആൻ ഓതുന്നവരാകണം. അർത്ഥം അറിയുന്നവർ അർത്ഥം ചിന്തിച്ച്, അറിയാത്തവർ അറിയുന്നത് പോലെ നന്നായി ഖുർആൻ ഓതിയാൽ അത് ഖൽബിന്റെ കറകൾ നീങ്ങിക്കിട്ടാൻ നല്ലതാണ്. രണ്ടാമതായി ഇമാമിങ്ങൾ അതേ ഖൽബ് ശുദ്ധിയാക്കാനുള്ള മരുന്ന് രണ്ടാമതായി പറയുന്നു. വലിൽ ബാത്തുനിൽ ഖലാ. അതിന്റെ അർത്ഥം വെച്ചാൽ ഇപ്പൊ മൊയ്ലാറ് കുടുങ്ങും. അതിന്റെ അർത്ഥം വെച്ചാൽ വേദ പറയുന്ന മൊയ്ലാറ് കുടുങ്ങും. വലിൽ ബാത്തുനിൽ ഖലാ. വയറ് കാര്യാക്കണോ? ഭക്ഷണം കുറക്കണം. ഭക്ഷണം കുറക്കണം. ഖൽബ് ശുദ്ധിയായി കിട്ടണം. ഭക്ഷണം കുറക്കണം. ഭക്ഷണം ഇങ്ങനെ കൂട്ടിയാൽ ഖൽബ് പാറക്കല്ല് പോലെ ഉറക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുബ്ഹാന ജല്ലജലാലുഹു. ഇപ്പൊ ഈ മൊയ്ലാർ ഇങ്ങനെ വിശദീകരിക്കുന്നു. ഇപ്പൊ എത്ര പത്ര തിന്നിട്ട് വന്നെന്നറിയാം? എത്ര തിന്നിട്ട് വന്നേടന്ന് ഇപ്പൊ? എന്ത് ചെയ്യും പടച്ചോനെ? ഞങ്ങൾ പള്ളിയിൽ ഒരു കുട്ടിയുണ്ട്, കണ്ടിനൊന്നറിയില്ല. ടിപ്പിനൊന്നല്ല, ടിപ്പിന് അതിൽ 8 കള്ളിയാന്നുണ്ട് ഞങ്ങളെ പരക്ക് വരുന്നത്. നമ്മളെ പള്ളിയിൽ ടിപ്പിന് 8ലും ഫുള്ളാ. ഇങ്ങനെ വന്ന് പറഞ്ഞ നാളെ തരല. അതെനിക്ക് തന്നെ ചെയ്യുന്നില്ല. ആ 8ൽ വരുന്ന സാധനം എനിക്ക് തന്നെ ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ പോയത് കണ്ടില്ലേ നിങ്ങൾ? പിന്നെ ഞങ്ങൾക്കൊരു മസ്തരുണ്ട്. എന്ത്? ഞങ്ങൾ എങ്ങനെ തിന്നാതിരിക്കും? കാരണം ഞങ്ങൾക്ക് 4 മാസത്തിലൊരിക്കൽ ഒരു പൊരൽ ചോറ്, 4 മാസത്തിലൊരിക്കലും ഒരു പൊരൽ ഇണക്ക് ചോറ്. ആ ചോറ് 4 മാസത്തിലൊരിക്കൽ കിട്ടുമ്പോ ഉമ്മ വിചാരിക്കും 4 മാസമാണ് എനിക്ക് കിട്ടണമെങ്കിൽ. സുബ്ഹാനല്ലാഹ്, കാലത്തെ പോയി, ഉച്ചക്ക് ബീഫ്, മോന്തിക്ക് മീനും മട്ടനും, അത് വേറെ തന്നെ. ഇങ്ങനെ ഓരോ നേരം ഈ ഉമ്മ ഇങ്ങനെ ഉസ്താദിന് ചോറ് എന്ന് പറഞ്ഞിട്ട് മംഗളത്തിന് ഒരു ഉമ്മ പോയിട്ടില്ല. ഉസ്താദിന് ചോറ്, ഞാൻ വരുന്നില്ല മംഗളത്തിന്. ഇത്തരം പിരിസത്തിൽ ഉമ്മ കൊടുത്താഴ്ച നമ്മൾ തിന്നില്ലെങ്കിൽ അന്ന് ചോദിക്കലേ ഞങ്ങളോട്. അതുകൊണ്ട് ഞങ്ങൾ നല്ലോണം തിന്ന, വേറൊന്നുമല്ല. ഞങ്ങൾ നല്ലോണം തിന്നാനുള്ള കാരണം അതാണ്. അള്ള ചോദിക്കൊന്ന് പേടിച്ചിട്ടാണ്. എന്താ ഈ ഉമ്മ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കി നമ്മൾ തിന്നില്ലെങ്കിൽ അത് എന്തൊരു ബേജാറാണ്. നിങ്ങൾ പേരണ്ടത് പറ്റി അന്വേഷിച്ചു നോക്കൂ. ആ ഉമ്മാർ കൊടുത്തേക്കുന്ന ചോറിലോ ഞാൻ ഉണ്ടാകുന്നില്ല, അവർക്ക് എത്ര ബേജാറ്. അതുകൊണ്ട് ഇപ്പൊ രാത്രി തരുന്നതന്നെ മതിയാക്കി, കാലത്തെ ഉച്ചക്ക് മാത്രം മോദിക്ക് തരുന്നേ ഇല്ല. അവർക്ക് എന്തൊരു ബേജാറാണ്. ഉണ്ടാക്കി തിന്നില്ലെങ്കിൽ എന്തൊരു ബേജാറാണ് അവർക്കൊക്കെ. കാരണം അവർ സന്തോഷത്തോടെ തരുന്നതല്ലേ. ഈ ബേജാറോട് തിന്നലന്നെ പള്ളകാലി അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ അവസ്ഥ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ എവിടെയെങ്കിലും റോട്ടിന്റെ വക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഹോളിൽ മംഗലം കണ്ടാൽ നമ്മൾ വിടലുണ്ടോ? വിളിക്കട്ടെ വിളിക്കാതിരിക്കട്ടെ, ഏതെങ്കിലും ഒരു കല്യാണ ഹാള് നമ്മൾ വിടലുണ്ടോ? സുബ്ഹാൻ. എന്നോടൊരു ചങ്ങായി മടിക്കരുന്ന് വേല കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു ദിവസം ഒരു ചങ്ങായി എന്റെ വണ്ടിയിൽ കയറി. അയാൾ വണ്ടിയിൽ കയറി ഇങ്ങനെ പുത്തൂർ ഭാഗത്തേക്ക് വരുന്ന ആളാണ്. അയാൾ എന്നോട് പറയുന്നു, ഉസ്താദ് ഇങ്ങനെ രാത്രി വേല കഴിഞ്ഞിട്ട് തമാശ, ഉറക്കു വരാതിരിക്കാൻ വേണ്ടി തമാശ പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, ഉസ്താദേ ഞങ്ങളൊരു 5 പേരുണ്ട്. സാധാരണ വ്യാഴാഴ്ച ഞായറാഴ്ച ഒക്കെ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ കറങ്ങും. എവിടെയെങ്കിലും ഒരു മംഗലപ്പുര കണ്ടാൽ
വണ്ടി മംഗലത്തിന്റെ പോറ്റ മുറ്റത്ത് നിർത്തും. ഒരാൾ ഇറങ്ങും, ബാക്കിയുള്ളവരെല്ലാം പോയിട്ട് കുറച്ച് അപ്പുറം നിർത്തും വണ്ടി. ഈ ഒരാളാകുന്ന ഞാൻ ഇറങ്ങിയിട്ട് ആ പോരന്റെ ഉള്ളിലെല്ലാം കയറിയിട്ട് എല്ലാം നോക്കും, ആരെങ്കിലും പരിചയമുള്ള കുറ്റത്തിന്റെ ആളാരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാന്ന് നോക്കും. ആരും ഇല്ലാന്ന് കണ്ടാൽ ഞാൻ എല്ലാം മിസ്കോർ അടിക്കും. അപ്പൊ ഓരോ കാറ് വരും. ഓറിങ് വരുമ്പോ ഞാൻ പുതിയ പള്ളി അടിക്കാൻ നിൽക്കും. അങ്ങനെ ഒരു അത് എന്റെ ചങ്ങായി, അതെന്റെ അളമാന്റെ മോൻ, ഞാനായിരിക്കും എന്റെ അളമാന്റെ മോന്, അതെന്റെ കാക്കാന്റെ മോന്, അതെന്റെ ഇച്ചാന്റെ മോന്, ഞാൻ എല്ലാരും കൂട്ടിട്ട് തന്നെ വന്നേ. അപ്പൊ ഈ പുതിയ പള്ളി വിചാരിച്ച് ഇത് നമ്മുടെ കുടുംബത്തിൽ പെട്ട അടുത്താണ്. ഞാൻ ഗൾഫിലല്ലോ, എനിക്ക് പരിചയമില്ലല്ലോ, ഇതാരും എന്റെ അടുത്താണ്. നോക്കുമ്പോ വലിയ കള്ളനാ. ഇങ്ങനെ ചാപ്പാടിന് പോകുന്ന മനുഷ്യന്മാര് സുബ്ഹാനല്ലാഹ്, നിന്റെ മനസ്സ് പിന്നെ പാറക്കല്ലാവൂലേ? നിന്റെ മനസ്സ് ക്ലിയറാവോ? നിങ്ങൾ നോക്കൂ, ഇങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു. നമ്മള് പാവൂരിലൊരു സിദ്ദീഖുണ്ട്, അവന്റെ പങ്കുകളുടെ അടുത്ത് അവന്റെ പങ്കുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തെ വേദന വന്നപ്പോ പെരക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സിദ്ദീഖ് ഭയങ്കര തടിയാണ്. ഈ തടി കുറക്കാൻ വേണ്ടി ഇവന് കേടുന്ന പെണ്ണ് ശരിയാകുന്നില്ല. തടി കുറക്കാൻ വേണ്ടി മംഗലാപുരത്ത് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ പോയപ്പോ ഡോക്ടർ ഞാൻ മരുന്ന് തരാം, ഞാൻ പറയുന്നത് പോലെ കേൾക്കണം പറഞ്ഞു. ഓ ഞാൻ കേൾക്കാറ്, കാരണം പെണ്ണിട്ടണ്ടേ, കേൾക്കാൻ റെഡിയാണ്. അപ്പൊ ഡോക്ടർ ടെസ്റ്റും ചെയ്ത് പറഞ്ഞു, മോനെ മോന്തിക്ക് 3 ചപ്പാത്തി മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. 3 ചപ്പാത്തി കഴിക്കണോ ഞാൻ മോന്തിക്ക്? മോൻ ചോദിക്കുകയാണ്, ഡോക്ടറെ ചോറ് കഴിച്ചിട്ട് ആയിട്ടാ മുന്നേ? അപ്പൊ എന്തേ ഈ 3 ചപ്പാത്തി ചെയ്യുന്നില്ല? ഇങ്ങനെ നോക്കന്നെയാണ്. ഇവൻ വിചാരിച്ച് 3 ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇത് മരുന്നാണ്. ഡോക്ടർ ഭക്ഷണം കുറക്കാനാണ് ഇത് പറയുന്നത്, തടി ഓർക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെ എത്രയും തിന്നാൽ തീരാത്ത നമ്മളെ പള്ളകളൊക്കെ വലിയ കപ്പലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭക്ഷണത്തിന് ലിമിറ്റ് വരുത്തില്ല എങ്കിൽ നമ്മളെ മനസ്സ് പാറക്കല്ല് പോലെ ഉറച്ചു പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് ഇമാമികൾ പറഞ്ഞു, വലിൽ ബതുനിൽ ഖലാ, പള്ള കാലിയാക്കുന്നവരാകണം, ഭക്ഷണം കുറക്കുന്നവരാകണം. അത് ഖൽബ് ശുദ്ധിയാകാൻ നല്ലതാണ്. മൂന്നാമതായി ഇമാമികൾ പറഞ്ഞു, വഖിയാമു ലൈലിൽ വതളറഉ ബിസ്സഹർ വമുജാലസാതു സ്വാലിഹീനൽ ഫുളലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി ഇമാമികൾ പറഞ്ഞു, ഖിയാമുൽ ലൈൽ, ഖൽബ് ശുദ്ധിയാക്കാനുള്ള മൂന്നാമത്തെ മരുന്ന്. ഈ മരുന്ന് ഉമ്മമാര് നന്നായി കേൾക്കണം, സഹോദരങ്ങള് നന്നായി കേൾക്കണം. ഖിയാമുൽ ലൈൽ, രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം. നല്ല ചെറുപ്പക്കാര് സദസ്സിലുണ്ട്. അല്ലാഹു തഹജ്ജുദ് നിസ്കാരത്തിന് തൗഫീഖ് നൽകട്ടെ. ഉറക്കെ ആമീൻ പറഞ്ഞോളി. ആമീന്റെ ബർക്കത്ത് കൊണ്ട് ചാൻസ് കിട്ടിയാ വിജയിച്ചു പോയില്ലേ? തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം. അല്ലാഹ് നമ്മളെ ചെറുപ്പക്കാർക്കും വയസ്സന്മാർക്കും ഉമ്മമാർക്കും എല്ലാവർക്കും നീ അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. സുബ്ഹി ബാങ്ക് 5:35 ഇന്ന് 5:35 സുബ്ഹി ബാങ്ക്. ഒരു 5 മണിയാകുമ്പോ എഴുന്നേൽക്ക. സുബ്ഹി ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്ക. എന്നിട്ട് വളരെ പെട്ടെന്ന് ഓതോടുത്ത് വന്നിട്ട് അതാ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത്, കഴിയുമെങ്കിൽ 4 റക്അത്ത്, പിന്നെയും കഴിയുമെങ്കിൽ സുബ്ഹിന്റെ ബാങ്കിന്റെ മുമ്പായിട്ട് 2, 4, 6, 8 എത്രയോ കഴിയുന്നത്ര നിസ്കരിക്കുക. ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. ഈ തഹജ്ജുദ് നിസ്കാരം മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, വലിയ ഭാഗ്യമുള്ളതാ. മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, ഇതൊരു സാധാരണ നിസ്കാരമല്ല. തഹജ്ജുദ് നിസ്കാരം വല്ലാത്തൊരു പവറുള്ള നിസ്കാരമാണ്. സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ ഇവിടെ വാല് കളിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ. ഒന്ന് നാളെ രാവിലെ മുതൽ ഒന്ന് തുടങ്ങിക്കോ. കടന്നുറങ്ങിട്ട് കാലം എത്രയാ? ഉറങ്ങി 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 സമയം തീരാനായില്ലേ? മുഅ്മിനീങ്ങളോട് പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വന്യരായ മൻസൂർ സഖാഫി എന്റെ നാട്ടിൽ 6 കൊല്ലമുണ്ടാകുമ്പോ ഞാൻ പലപ്പോഴും എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിക്ക് പോകുമ്പോ മൻസൂർ സഖാഫി അതാ വാതിലടച്ചിട്ട് വെളിയിട്ട് വാതിലടച്ചിട്ട് പള്ളിന്റെ അകത്ത്
4:30 5 മണി സമയത്ത് അതാ തഹജ്ജുദ് നിസ്കരിക്കുന്നു. തഹജ്ജുദ് നിസ്കരിക്കുന്നവരാരാ? രാത്രി ഇരുട്ടത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചാൽ നാളെ ഇരുട്ടായ ഖബറിലേക്ക് പോകുമ്പോ അവന്റെ ഖബറ് അതാ പ്രകാശിക്കുന്നു. ഇരുട്ടുള്ള ഖബറ് പ്രകാശിക്കലാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ മഹത്വം പറയുമ്പോ ഇമാമിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്നു, നാളെ യജമാനായ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയ സമയമാ. കോടാനക്കോടി ജനങ്ങള് അതാ മഹ്ശറയിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും മഹ്ശറയിൽ വളരെ വെപ്രാളത്തോടെ പേടിച്ച് കിട്ടി പറിച്ചുകൊണ്ട് ആ കാല് പോലും മനക്കാൻ കഴിയാതെ റബ്ബിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടിയപ്പോ അതാ മഹ്ശറയിൽ ഒരു വലിയ അനൗൺസ് കേൾക്കുകയാ. റബ്ബിന്റെ കോടതിയിൽ ഒരു അനൗൺസ് കേൾക്കുകയാ. എന്താണ് കേൾക്കുന്ന അനൗൺസ്? ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ ലസ്സലാ. പാതിരാ സമയത്ത് എല്ലാവരും കൂർക്ക വലിച്ച് കടന്നിറങ്ങുമ്പോ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചവരാരാ? റബ്ബിന്റെ കോടതിയിൽ അനൗൺസ് ചെയ്യുകയാണ്. റബ്ബിന്റെ കോടതിയിൽ വിളിക്കപ്പെടുകയാണ്. തഹജ്ജുദ് നിസ്കരിച്ചവരാരാണെന്ന് വിളിക്കപ്പെടുമ്പോൾ വഹും യഖൂമൂൻ, അതാ മഹ്ശറിൽ നിന്നിട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ പോകുന്നു. വഹും ഖലീൽ, അവർ വളരെ 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 കുറഞ്ഞ സംഘം മാത്രമാണ്, വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ്. അവരങ്ങ് റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോ അല്ലാഹു അവരോട് ചോദിക്കുന്നു, അല്ലടാ നിങ്ങൾ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിങ്ങൾ തഹജ്ജുദാകുന്ന സുന്നത്ത് നിസ്കരിച്ചവരാണോ? അതേ റബ്ബേ, നിങ്ങൾ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചവരാണ്. അപ്പോഴാണ് റബ്ബ് അവരോട് പറയുന്ന വാക്ക്, ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കടാ. എങ്ങനെയാണ് സ്വർഗത്തിൽ കിടക്കുന്നത്? ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ ചോദ്യമില്ലാതെ റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും പേടിച്ചു പറക്കുമ്പോ വിചാരണയില്ലാതെ ചോദ്യമില്ലാതെ ഡയറക്റ്റ് സ്വർഗത്തിൽ കിടക്കാൻ ഏറ്റവും നല്ലൊരു പരിപാടി ഉത്തരവിധങ്ങൾ നമ്മൾക്ക് പഠിപ്പിക്കുകയാണ്. സുബ്ഹി ബാങ്കിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണേ. അവര് നാളെ മഹ്ശറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ഹിസാബില്ലാതെ ചോദ്യമില്ലാതെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് കടക്കുന്നു. അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം. വതളറഉ ബിസ്സഹർ, അത്താഴ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് 2 കൈകളെ റബ്ബിലേക്ക് ഇങ്ങനെ പൊക്കിയിട്ട് ആ റബ്ബിലേക്ക് ഉയർത്തിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് റബ്ബിനോടങ്ങ് കരഞ്ഞ് 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 ദുആ ചെയ്യുന്നവരാകണം. മുഅ്മിനീങ്ങളെ, കണ്ണിൽ നിന്ന് ഒരൊറ്റ വള്ളം ഭൂമി ലോകത്തേക്ക് റബ്ബിനെ പേടിച്ച് വീണ് പോയാൽ മുഅ്മിനീങ്ങളോട് പറയട്ടെ, അതേ ആ കണ്ണിലൂടെ വീഴുന്ന വെള്ളം നിന്റെ കൽബിനെ ശുദ്ധീകരിക്കുന്നതാണ്. അതേ ആത്മശുദ്ധീകരണത്തിനുള്ള മരുന്നാണ്. പാതിരാ സമയത്ത് റബ്ബിനെ പേടിച്ച് നന്നായി കരഞ്ഞോ. അല്ലാഹ്, നിന്നെ പേടിച്ച് കരയുന്ന കണ്ണുകൾ നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, കൽബ് ശുദ്ധിയാക്കാൻ ഖുർആൻ ഓതുന്നവരാകണോ, ഭക്ഷണം കുറക്കുന്നവരാകണോ, രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണോ, അത്താഴ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് റബ്ബിലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്ത് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ട് കണ്ണുനീരൊലിപ്പിക്കുന്നവരാകണോ. 5ാമതായി ഒരു വരുന്നുണ്ട്, അതേതാണ് വമുജാലസാതു സ്വാലിഹീനൽ ഫുളലാ.
മഹാന്മാരോട് ബന്ധം പുലർത്തലാണ്, ആരിഫീങ്ങളോട് ബന്ധം പുലർത്തലാണ്. മഹാന്മാരെ കൂടെ 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 കൂടുകയാണ്, തങ്ങന്മാരെ കൂടെ, ആലിമീങ്ങളെ കൂടെ, ഔലിയാക്കന്മാരെ കൂടെ, എപ്പോഴും സ്വാലിഹീങ്ങളെ കൂടെയാവുക. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, സ്വാലിഹീങ്ങളെ കൂടെയാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവരോട് ബന്ധം പുലർത്തലാണ്. അവരോട് ബന്ധം പുലർത്തൽ എങ്ങനെയാണ്? എപ്പോഴും അവരെ ഹദ്റത്തിലേക്ക് എന്തെങ്കിലും കൊടുത്തേക്കലാണ്. അത് കൊടുത്തേക്കാൻ ഏറ്റവും നല്ല സംഗതി ഏതാണ്? അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുമെങ്കിൽ അവരുടെ ദുആയും ബറകത്തുമെത്തുമേ. അതേ മഹാന്മാര് പഠിപ്പിച്ചതാണ്. മഹാന്മാരോടുള്ള ബന്ധം, അവരെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതലാണ്. എപ്പോഴും ഔലിയാക്കന്മാരിലേക്ക് ഫാത്തിഹ ഓതുന്നവരാകണം. മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ആരിഫീങ്ങൾക്ക് ഫാത്തിഹ ഓതണം, സയ്യിദ് മദനി തങ്ങൾക്ക് ഫാത്തിഹ ഓതണം, താജുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഓതുന്നവരാകണം. എം.എ. ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതുന്നവരാകണം. സയ്യിദ് വസൂട്ട് തങ്ങൾ അവിടുത്തെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതുന്നവരാകണം. മഹാനായ ഗൗസുല്ലാദം തങ്ങളെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതണം. സുൽത്താനുൽ ആരിഫീൻ തങ്ങളെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതണം. അജ്മീർ ഖാജ തങ്ങളെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതണം. ഇങ്ങനെ മഹാന്മാരെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതി 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 അവരുമായി വല്ലാത്തൊരു കലക്ഷൻ ഉണ്ടാകണം, വല്ലാത്തൊരു ബന്ധമുണ്ടാകണം. അങ്ങനെ മഹാന്മാരുമായി ബന്ധമുണ്ടായാൽ അത് ഖൽബിനെ ശുദ്ധിയാക്കാൻ നല്ലതാ. ഖൽബിന്റെ കറകളെ നീക്കാൻ അത് ഏറ്റവും നല്ല മരുന്നാണ്. ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ പോയി കാണുക, വഫാത്തായവരെ മഖ്ബറയിലേക്ക് പോകുക, അവരുമായി നിത്യമായി ബന്ധം പുലർത്തുക. അങ്ങനെ മഹാന്മാരെ പിന്നാലെ കൂടിയാൽ പിന്നെ പേടിക്കേണ്ടതുണ്ടോ? ഞാൻ നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ. മഹാന്മാരെ പിന്നാലെ കൂടിയാൽ, ഔലിയാക്കന്മാരെ പിന്നാലെ കൂടിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടം എന്താണ്? ഒരൊറ്റ ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ആ ബാക്കിലുള്ളവരൊക്കെ എന്റെ മുമ്പിലേക്കൊന്ന് ഇങ്ങോട്ട് വന്നാൽ ഞാനൊരു ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുകയാണ്. അങ്ങനെ ദൂരെ നിൽക്കുന്നവരൊന്ന് ഇങ്ങോട്ട് വന്ന് നിന്നാൽ ഒരൊറ്റ ഒരു ചരിത്രം ബർക്കത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ അല്ലാഹ് ഈ മാസത്തിന്റെ ഉടമയാണ്, ഈ മാസത്തിന്റെ നേതാവാണ് മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങള്. പോരാ, ബഗ്ദാദിന്റെ മണ്ണിൽ നിന്ന് റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ച് 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 സ്നേഹം അങ്ങ് അതിരുവിട്ട് കടന്നപ്പോൾ ബഗ്ദാദിന്റെ മണ്ണിൽ നിന്നിട്ട് മദീനയിലേക്ക് പോയിട്ട് മുത്തുനബിന്റെ റൗളന്റെ മുമ്പിൽ പോയിട്ട് യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൈയൊന്ന് നീട്ടിത്തരൂ നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് കൈയൊന്ന് നീട്ടിത്തരാൻ വേണ്ടി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് റൗദന്റെ ഉള്ളിൽ നിന്ന് അതാ കൈയങ്ങ് നീട്ടിക്കൊടുക്കുകയാണ്. അത്രയും വലിയ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ അല്ലാഹ്, അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ. മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങള് ബഗ്ദാദിലെ വലിയ മുദദ്ദിസാണ്. എത്രയോ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാനായ പണ്ഡിതരാണ്. ഒരു ദിവസം മുത്തഅല്ലിമീങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങള് തന്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഓ മക്കളെ,
ശിഷ്യന്മാരാകുന്ന നിങ്ങള് അഹ്മദാകുന്ന എന്നെ കുറിച്ച്, അഹ്മദുൽ റിഫായി ആകുന്ന എന്നെ കുറിച്ച് നിങ്ങൾ എപ്പോഴും നല്ലത് പറയുന്നവരാണ്, മദ്ഹ് പറയുന്നവരാണ്, നല്ലത് പറയുന്നവരാണ്, എന്നെ നിങ്ങൾ പ്രശംസിക്കുന്നവരാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ മക്കളെ, അഹ്മദാകുന്ന എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും കുറവുകൾ, പോരായ്മകൾ, ന്യൂനതകൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? അഹ്മദാകുന്ന എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് പറയാനുണ്ടോ? ശിഷ്യന്മാരോട് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ചോദിക്കുകയാണ്. ഇതങ്ങ് ചോദിക്കുമ്പോൾ ശിഷ്യന്മാരിങ്ങനെ മുഖം നോക്കാൻ തുടങ്ങി. ഉസ്താദ് എന്താപ്പ ചോദിക്കുന്നു ഞങ്ങളോട്? ഉസ്താദിന് കുറവോ? മദീനയിൽ പോയപ്പോൾ റസൂലുള്ളാഹി കൈനീട്ടിക്കൊടുത്ത നേതാവ്, ആ നേതാവിനിക്ക് കുറവോ? എന്താണ് ഉസ്താദ് ചോദിക്കുന്നത്? വീണ്ടും അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ചോദിക്കുന്നു, അല്ല മക്കളെ, പാവപ്പെട്ട എന്നെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കുറവ് പറയാനുണ്ടോ? അപ്പോഴാണ് നൂറുകണക്കിന് ശിഷ്യന്മാരെ കൂട്ടത്തുനിന്ന് ഒരാൾ പറയുന്നു, ഉസ്താദേ, നിങ്ങൾക്ക് കാര്യമായ കുറവുണ്ട്, നിങ്ങൾക്ക് കാര്യമായ ഫോൾട്ട് ഉണ്ട്, നിങ്ങൾക്ക് വല്ലാത്തൊരു കുറവുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് പറയുമ്പോൾ ബാക്കി ശിഷ്യന്മാരിങ്ങനെ മുഖം നോക്കിയാണ്. അഹ്മദുൽ കബീർ ആകുന്ന ഉസ്താദിന് കുറവോ? ഉസ്താദിന് കുറവോ? ഉസ്താദിന് ന്യൂനതയോ? ഈ ശിഷ്യൻ എന്താ പറയുന്നത്? ചോദിക്കുന്ന അഹ്മദുൽ കബീർ, മോനെ, എന്റെ കുറവെന്താണ് മോനെ? ഒന്ന് പറയൂ, എന്റെ കുറവെന്ന് പറയൂ. അപ്പൊ ശിഷ്യൻ പറയുന്ന കുറവ് കേൾക്കണോ നിങ്ങൾ? ഉസ്താദേ, നിങ്ങളെ കുറവെന്താണെന്നറിയോ? നിങ്ങളുടെ കുറവ് അത് വല്ലാത്തൊരു കുറവ് തന്നെയാ. അതെന്താണ്? നിങ്ങളെ പോലത്തെ ഇത്രയും വലിയൊരു മദീനയിൽ പോയപ്പോ റസൂലുള്ളാഹി കൈ നീട്ടി തന്ന അത്രയും വലിയൊരു മഹാനായ നിങ്ങളെ ബാക്കിന്ന് എന്നെ പോലത്തെ കുരുത്തം കേട്ടോ നിങ്ങളെ ബാക്കിൽ നടക്കുന്നില്ലേ? അത് നിങ്ങളെ കുറവ്. ഇത്രയും വലിയ മഹാനായ നിങ്ങളെ ബാക്കില് എന്നെ പോലത്തെ കുരുത്തം കേട്ടോ നിങ്ങളെ ബാക്കിന്ന് വരുന്നില്ലേ? നിങ്ങളെ പയ്യെന്ന് വരുന്നില്ലേ? ഇതാ നിങ്ങളെ കുറവ്. സംഗതി ശരിയല്ലേ? ഒരു ഉസ്താദ് വേല ഇങ്ങനെ പോകുമ്പോ ഈ നാട്ടിലൊരു കള്ളുകൂടി ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ബാക്കിൽ നിന്ന് പാഞ്ഞോണ്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും, നോക്കടാ, ആ കള്ളുകൂടി ഉസ്താദ് മേലെ ചങ്ങായിയാണ് വിചാരിക്കും. നോക്കൂ നിങ്ങൾ, അഹ്മദുൽ കബീർ റിഫായിയുടെ ശിഷ്യൻ പറയാ, എന്നെ പോലത്തെ വിവരം കെട്ടാള് നിങ്ങളെ പോലത്തെ മഹാന്റെ ബാക്കിൽ കൂടിയില്ലേ? അത് നിങ്ങളെ കുറവാ. ഇതങ്ങ് കേട്ടപ്പോൾ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, അല്ല മോനെ, ഞാൻ നിന്നോടൊരു ഉദാഹരണം പറയട്ടെയോ? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെയോ? ആയിക്കോട്ടെ ഉസ്താദേ, പറയൂ. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയുന്നു, മോനെ, അതാ കടപ്പുറത്തൊരു കപ്പൽ വന്ന് നിന്നിരിക്കുകയാണ്. കടപ്പുറത്ത് വലിയൊരു കപ്പൽ വന്ന് നിന്നിരിക്കുകയാണ്. ആ കപ്പൽ ഏതോ ഒരു നാട്ടിലേക്ക് യാത്ര പോകാൻ ഒരുങ്ങുന്ന കപ്പലാണ്. ആ കപ്പലങ്ങ് വന്ന് നിന്നപ്പോൾ കപ്പലിൽ തങ്ങൾ കേറി, ഉസ്താദ് കേറി, ആചാറ് കേറി, കമ്മറ്റിക്കാര് കേറി, നാട്ടിലെ തമ്മാടിയും കേറി, റൗഡിയും കേറി, കള്ളുകുടിയരും കേറി, വ്യഭിചാരിയും കേറി, എല്ലാവരും കപ്പലിലങ്ങ് കേറിയപ്പോൾ അതാ കപ്പൽ വിടേണ്ട താമസമായി, സമയമായി. കപ്പലിന്റെ ഡോറടച്ചു. അതാ കപ്പലിന്റെ യാത്ര അങ്ങ് തുടങ്ങി. ദിവസങ്ങളോളം വെള്ളത്തിലങ്ങ് താണ്ടി താണ്ടി കപ്പലങ്ങ് യാത്ര ചെയ്തു. അതാ കുറെ നാള് കഴിയുമ്പോ എത്തേണ്ട സ്ഥലത്തേക്ക് കപ്പലങ്ങ് എത്തിയപ്പോൾ അതാ കപ്പല് കരയിലേക്ക് അടുക്കുകയാണ്. കപ്പലിന്റെ ഡോറങ്ങ് തുറക്കുന്നു. ആചാറും ഉസ്താദും തങ്ങളും കള്ളുകുടിയനും വ്യഭിചാരിയും എല്ലാം കപ്പലിൽ നിന്ന് ഇറങ്ങുകയാണ്. അല്ല മോനെ, അതെ ഉസ്താദേ, ആ കപ്പലിൽ കയറിയവരും മുഴുവനും രക്ഷപ്പെട്ടില്ല മോനെ.
അതേ രക്ഷപ്പെട്ടു. തങ്ങളും ഉസ്താദും കള്ളുകുടിയും വ്യഭിചാരിയും എല്ലാവരും രക്ഷപ്പെട്ടില്ലേ? അതേ രക്ഷപ്പെട്ടു. എന്തേ രക്ഷപ്പെടാനുള്ള കാരണം? അപ്പോഴാണ് ശിഷ്യൻ പറയുന്നു, ഉസ്താദേ അവരൊക്കെ കുറെ ദിവസം വെള്ളത്തിന്റെ മുകളിൽ അങ്ങ് പോയിട്ട് രക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? അത് കപ്പല് രക്ഷപ്പെട്ടത് കൊണ്ടാണ്. ആ വെള്ളത്തില് കപ്പല് മുങ്ങാതെ, കപ്പലിനൊരു ഒടവുമില്ലാതെ കുറവുമില്ലാത്തത് കൊണ്ടാ ആ കപ്പലങ്ങ് രക്ഷപ്പെട്ടപ്പോൾ ആ കപ്പലിൽ കയറിയവര് മുഴുവനും രക്ഷപ്പെട്ടു പോയി. അല്ല മോനെ, അതേ ഉസ്താദേ. അപ്പോഴാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയുന്നു, മക്കളെ പാവപ്പെട്ട അഹമ്മദാകുന്ന ഞാനൊരു കപ്പലാണ് കേട്ടോ, ഞാനൊരു കപ്പലാ. ഞാനാകുന്ന കപ്പലിൽ തങ്ങന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, തമ്മാടികളുണ്ട്. പക്ഷേ ഞാനാകുന്ന കപ്പലിൽ ആര് കയറിയാലും അവര് പേടിക്കേണ്ടതില്ല. കാരണം കപ്പലാകുന്ന ഞാൻ രക്ഷപ്പെടും. ഞാൻ രക്ഷപ്പെടുമ്പോൾ ഞാനാകുന്ന കപ്പലിൽ കയറിയവര് ആരും പേടിക്കേണ്ടതില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാര് വലിയൊരു കപ്പലാണ്. ആ കപ്പലിൽ കയറിക്കോ. താജുൽ ഉലമ വലിയൊരു കപ്പലാണ്. പൊസോട്ട് തങ്ങൾ വലിയൊരു കപ്പലാണോ? സയ്യിദ് മദനി തങ്ങൾ വലിയൊരു കപ്പലാണ്. അവരെ കപ്പലിൽ കയറിക്കോ. അപ്പോഴാണ് എന്റെ മുമ്പെന്ന് ചോദിക്കുന്നു, അല്ല ഉസ്താദേ ആ കപ്പലിൽ കയറാൻ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമോ? അതെ, ടിക്കറ്റ് ഓക്കെയാണോ? ടിക്കറ്റ് റെഡിയാണോ? എപ്പോഴും അത് വാങ്ങി വെച്ചോ. എന്താണ് മഹാന്മാരാകുന്ന ആരിഫീങ്ങളെ കപ്പലിൽ കയറാനുള്ള ടിക്കറ്റ് ഏതാണ്? അവർക്കോരോ ഫാത്തിഹ എപ്പോഴോ മോതുങ്കിൽ അവരുടെ ദുആയും ബറക്കത്തും എത്തുമേ. മഹാന്മാരെ കപ്പലിൽ കയറാൻ ഏറ്റവും വലിയ ടിക്കറ്റാണ് അവരെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതുന്നവരാകണം. നമ്മൾ സ്നേഹിക്കുന്ന വലിയ 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 മഹാന്മാര് എപ്പോഴും അവരെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതി മഹാന്മാരോട് ബന്ധം സ്ഥാപിച്ചാൽ അത് കൽബ് ശുദ്ധിയാകാൻ നല്ലതാണ്. അതുകൊണ്ട് കൽബിനെ ശുദ്ധിയാക്കാൻ എല്ലാ മരുന്നുകളും തേടിപ്പിടിച്ചുകൊണ്ട് അതൊക്കെ ജീവിതത്തിൽ പകർത്തി കൽബ് വളരെ ശുദ്ധമാക്കി നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഫരീഖും ഫിൽ ജന്ന, ഒരു വിഭാഗം സ്വർഗത്തിലാണെന്ന് വിളിച്ചു പറയുമ്പോ ആ വിജയികളെ കൂടെ കൂടി സ്വർഗത്തിന് കടക്കാൻ ഈ പറഞ്ഞ ഉപദേശങ്ങള് ഞാനും നിങ്ങളും സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, പാവപ്പെട്ട ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂലാക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്തുള്ളൊരു സദസ്സായി നീ കബൂലാക്കണം റഹ്മാനേ. ഈ ഒരു സദസ്സ് നാളെ സ്വർഗത്തിൽ കടക്കാനുള്ളൊരു സദസ്സായി പാവപ്പെട്ട ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണം റഹ്മാനേ. ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവര്, സഹായിച്ചവര്, അധ്വാനിച്ചവര്, കഷ്ടപ്പെട്ടവര്, നാട്ടിലുള്ളവര്, വിദേശത്തുള്ളവര്, ലൈവിലൂടെ നമ്മളെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവര്, അല്ലാഹ് അർഹമായ പ്രതിഫലം ഈ ദുനിയാവിലും ആഖിറത്തിലും നൽകണേ റഹ്മാനേ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. രണ്ട്
കയ്യും പൊക്കി ഉറക്കെ ആമീൻ പറയണം. ദുആ നിർത്തി ഞാൻ 2 മിനിറ്റ് ഇവിടെ നിൽക്കും. നിങ്ങൾ എല്ലാവരും നല്ലൊരു സംഭാവന തന്ന് ഈ പരിപാടി വിജയിപ്പിക്കണം. ഞാൻ ആദ്യമായി ദുആ ചെയ്യുന്നു. പിന്നീട് പിരിയുമ്പോൾ ആരും കൈ തരാതെ പോകരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെയും നീ കബൂലാക്കണേ റഹ്മാനേ. നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട നിന്റെ അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ മനസ്സിനെ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. കിബറന്മാരും അഹങ്കാരികളും ധിക്കാരികളും അസൂയക്കാരും പത്താനികളും ആക്കല്ല അല്ലാഹ്. നല്ല വിനയവും സ്വഭാവവും ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ. ഇൽമും തഖ്വയും ഈമാനും ഏറ്റി തരണേ അല്ലാഹ്. എല്ലാ കറകളെയും നീക്കി ഈമാനിന്റെ വെളിച്ചം തരണേ റഹ്മാനേ. അല്ലാഹ്, ഇവിടെ ഒരുമിച്ച് കൂടിയ സ്റ്റേജിലുള്ള ഉസ്താദുമാര്, നേതാക്കള്, സദസ്സിലുള്ളവർ, അപ്പുറത്ത് വഅദ് കേൾക്കുന്ന ഉമ്മമാർ, അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ ഖൈറിന്റെ വാതിൽ തുറക്കണേ അല്ലാഹ്. ശർറിന്റെ വാതിലുകൾ അടച്ചു കളയണം റഹ്മാനേ. അല്ലാഹ്, മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ടെൻഷൻ മാറ്റി തരണേ അല്ലാഹ്. ബേജാറുകൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. എല്ലാ കുടുക്കിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സിഹറും കണ്ണീറും ബാത്തിലാക്കണേ അല്ലാഹ്. പൈശാചികയുടെ കേറിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളിൽ നിന്ന് കരകയറ്റണം റഹ്മാനേ. കടത്തിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്. ഉള്ളവർക്ക് ഉള്ള വീടുകളിൽ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. അല്ലാഹ്, ഞങ്ങളൊക്കെ വീടിന്റെ പണി തുടങ്ങിയവരാണ്, നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനേ. പ്രസവവേദന നൽകി അവരെ ഉരുട്ടിക്കളയല്ല അല്ലാഹ്. എല്ലാ നിലക്കും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹ്, ഷുഗർ ഉള്ളവര്, പ്രഷർ ഉള്ളവര്, കിഡ്നിയിലും മൂത്രാശയത്തിലും പിത്തകോശത്തിലും കല്ലുള്ളവർ, ക്യാൻസറും ട്യൂമറും പിടിപ്പെട്ടവര്, ഹാർട്ടിന്റെ ബ്ലോക്ക് ഉള്ളവര്, കിഡ്നി ഫെയിൽഡായവര്, പല നിലക്കുള്ള പനികളെ കൊണ്ട് വേദനകളെ കൊണ്ട് വിഷമിക്കുന്നവര്, ഈ സരസിന്റെ ബഹുമാനം കൊണ്ട് നീ പൂർണ്ണമായ ശിഫ നൽകണം അല്ലാഹ്. പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. രോഗം തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. എല്ലാ നിലക്കും നീ ആഫിയത്ത് തരണം റഹ്മാനേ. ഈ പരിപാടിക്ക് സഹകരിച്ച, സഹായിച്ച, പ്രവർത്തിച്ച, നേതൃത്വം നൽകിയ എല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാഹ്. നീ സന്തോഷം നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളെ ഉപ്പമാര്, ഞങ്ങളെ ഉമ്മമാര്, ഞങ്ങളെ കുടുംബക്കാര്, ഞങ്ങളെ സ്നേഹിതന്മാര്, ഞങ്ങളെ ചങ്ങാതിമാര്, പ്രിയപ്പെട്ട മൻസൂർ സഖാഫി, പലവരും ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് അല്ലാഹ്. അവരെ ഖബറിന്റെ ജീവിതം നീ റാഹത്തിലാക്കണം റഹ്മാനേ. സന്തോഷത്തിലാക്കണം റഹ്മാനേ. ഖബർ വിശാലമാക്കണം അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ കവാടം നീ അവരെ ഖബറിലേക്ക് തുറക്കണം റഹ്മാനേ. റഹ്മാനായ അല്ലാഹ്, കഴിഞ്ഞവരൊക്കെ കഴിഞ്ഞുപോയി റഹ്മാനേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ, ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാര്, നേതാക്കള്, സദസ്സിലുള്ളവർ, അപ്പുറത്തുള്ള ഉമ്മവങ്ങന്മാര്, ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാര്, മാതാപിതാക്കള്, കുടുംബക്കാര്, സ്നേഹിതന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളുമായി ബന്ധമുള്ള ആരൊക്കെയുണ്ടോ, പരിപാടിയുമായി സഹകരിച്ച ആരൊക്കെയുണ്ടോ, എല്ലാവരെയും അപകടങ്ങളിൽ നിന്ന്, ദുരന്ത മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ കാത്ത് സലാമത്ത് റഹ്മാനേ. നല്ലൊരു സമയവും സ്ഥലവും ഞങ്ങൾക്ക് നീ കണക്കാക്കണമല്ലോ. ആ സമയമെത്തുമ്പോ ഞങ്ങളെ സന്തോഷത്തോടെ നീ പിടിക്കണം റഹ്മാനേ. മയ്യത്തുകളാകുന്ന ഞങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോ പലവരും ഞങ്ങളാകുന്ന മയ്യത്തുകളെ കാണാൻ വന്നിട്ട് ആ തുണിയൊന്ന് പൊക്കി ഞങ്ങളെ മയ്യത്തുകളെ നോക്കുമ്പോൾ കണ്ടവർക്കൊക്കെയും ഞങ്ങളെ മയ്യത്തുകളെ കണ്ട് നീ സന്തോഷം നൽകണേ റഹ്മാനേ. ആ നിനക്ക് പുഞ്ചിരിക്കുന്ന മയ്യത്തുകളാക്കണമല്ലോ, ചിരിച്ചു കിടക്കുന്ന മയ്യത്തുകളാക്കണമല്ലോ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ മരിച്ചുപോയ എല്ലാവർക്കും പുറത്തു കൊടുത്തു. അവസാന
അവസാനം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി അതേ ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്തി എല്ലാ ഹിസാബും എളുപ്പമാക്കി അവസാനം മുത്തുനബിന്റെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. മുത്തുനബിന്റെ ശഫാഅത്ത് നൽകണമല്ലാഹ്. ഹൗദുൽ കൗസർ നൽകണമല്ലാഹ്. അർശിന്റെ തണൽ നൽകണമല്ലാഹ്. നിന്റെ ലിഖാഇനെ നീ കാണിക്കണം റഹ്മാനെ. ഈ ഒരുമിച്ച് കൂടൽ നാളെ സ്വർഗ്ഗത്തിലേക്കുള്ള ഒരുമിച്ച് കൂടലായി നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ബന്ധങ്ങളെല്ലാം സ്വർഗ്ഗത്തിലേക്കുള്ള ബന്ധമാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹങ്ങളെല്ലാം നാളെ സ്വർഗ്ഗത്തിലേക്കുള്ള സ്നേഹമാക്കണം റഹ്മാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. എല്ലാവരും കൈ തരണം. പൈസ ഉള്ളവർ പൈസ തരണം, പൈസ ഇല്ലാത്തവർ കേക്കിലും തരണം. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്.